ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഒന്നൊന്നര ആഴ്ച കൂടിയാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. വേറൊന്നുമല്ല, ഇപ്പം ഞാൻ ഈ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 1 വർഷം കഴിഞ്ഞ് 2 മാസമായി. എനിക്ക് ഫാസ്റ്റ് ടൈം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ 1 വർഷം ആയപ്പോഴത്തേനും 3400 ഫാസ്റ്റ് ടൈമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേങ്കിൽ നിങ്ങൾ തംബ്ലൈനിൽ കണ്ട പോലെ എനിക്കിപ്പോൾ ഫാസ്റ്റ് ടൈം ഒക്കെ നഷ്ടപ്പെട്ട് 2500 ആയി കിടക്കുകയാണ് കേട്ടോ. അതെങ്ങനെ നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചിരുന്നത് 1 വർഷം ആകുമ്പോഴത്തേനും ഫുൾ വാച്ച് ടൈം നഷ്ടപ്പെടും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ വാച്ച് ടൈം നഷ്ടപ്പെടുന്നത് കേട്ടോ. നമ്മൾ വാച്ച് ടൈം നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 1 വർഷം പൂർത്തിയായി കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ ഈ 1 വർഷം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുന്നത്, അടുത്ത ദിവസം വരുന്ന അന്ന് നമ്മൾ ഏതാണ് അപ്ലോഡ് ചെയ്തത് ആ ദിവസത്തെ വാച്ച് ടൈമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഓരോ ദിവസത്തെ നഷ്ടപ്പെട്ടാണ് എൻ്റെ 3400 എന്ന് 2500 ഇപ്പം ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാച്ച് ടൈം നഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നു. കാരണം നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടതാണല്ലോ. എന്നിട്ടിപ്പോൾ ഇത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ചയോളമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. എല്ലാവരും ചോദിച്ചു വീഡിയോ ഒക്കെ നിർത്തിയോ, നമ്മൾ വഴി കാണാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, വീഡിയോ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് സംഭവം. അപ്പം ഇപ്പം ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങാം. നമുക്ക് നിർത്തണ്ട, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതല്ലേ, നമ്മൾ നിർത്താതെ ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഡെയിലി വീഡിയോ ഇടുക. ഇപ്പം ഞാൻ 1.5 ആഴ്ച കൊണ്ട് ഇന്നിപ്പം വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ പോയി. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ചെല്ലുന്ന ആ നോട്ടിഫിക്കേഷൻ ഇപ്പം അത് പോയി കാണും. കാരണം ഇപ്പോൾ 1.5 ആഴ്ചയോളമായി. ഒന്നെങ്കിൽ ഡെയിലി ഷോർട്ട്സേലും ഇടുക. ലോങ് വീഡിയോ ഇടാൻ കിട്ടിയില്ലെങ്കിൽ ഷോർട്ട്സേലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് നോട്ടീസ് ചെയ്ത് വെച്ചോ. നമുക്ക് നിങ്ങൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരെല്ലാം ഇത് മിസ്സാക്കണ്ട. കാരണം എനിക്ക് സംഭവിച്ച, എൻ്റെ ചാനലിൽ സംഭവിച്ച കാര്യമാണ് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. വേറൊരു ഇഷ്യൂ വന്നേക്കുന്നത്, എനിക്കൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ആൾക്കാരോടായിട്ട് പറയുകയാണേ, എനിക്കിപ്പോൾ ആദ്യമായിട്ടാണ്, ഇപ്പം ഈ 1 കൊല്ലം കൊണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നത്. അത് ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് താഴത്തങ്ങാടിയിലെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. ആ ഉത്സവത്തിന് സ്റ്റേജിൽ കളിച്ച കുറേ കൂട്ടുകാരുടെ വീഡിയോസൊക്കെ ഞാൻ ആ പാട്ടോട് കൂടി തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് അപ്ലോഡ് ചെയ്ത്, അതപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്നും പറഞ്ഞ് കാണിച്ചേക്കുവാണ്. ആ പാട്ടാണ് വിഷയം കേട്ടോ. കാരണം നമ്മൾ ലോങ് വീഡിയോയ്ക്കകത്ത് യൂട്യൂബ് തന്നെ നമുക്ക് കുറച്ച് സോങ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്തൊക്കെ നമ്മൾ മ്യൂസിക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ സെർച്ച് നടത്തിയാൽ തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ യൂട്യൂബ് തന്ന വീഡിയോസ് മാത്രം, അതായത് സോങ്സ് മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക്, ലോങ് വീഡിയോയ്ക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ല സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മ്യൂസിക് ആയിരിക്കണം, അത് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടും. ഷോർട്സിന് കുഴപ്പമില്ല, ലോങ് വീഡിയോയ്ക്കകത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് ഡാൻസാണ് കളിച്ചത് ആ ഡാൻസിൻ്റെ ആ സോങ് അതേപടി അപ്ലോഡ് ചെയ്തപ്പോഴത്തേന് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നെങ്കിലും ഞാൻ അതിൽ അൺലിസ്റ്റഡ് ആക്കി വെച്ച കാരണം, ഞാനെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ അൺലിസ്റ്റഡ് എന്നും പറഞ്ഞ് ആക്കി വെച്ചതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് പോയിട്ട് ഞാൻ പിന്നെ അത് മാറ്റി പബ്ലിക്കിലോട്ട് മാറ്റുക. ഞാനിപ്പോൾ അൺലിസ്റ്റഡ് വെച്ചത് കൊണ്ട് ഇപ്പോൾ എനിക്കത് എൻ്റെ ചാനലിനെ ബാധിക്കത്തില്ല എന്നാണ് അതേ കണ്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ലോങ് വീഡിയോയ്ക്കകത്ത് യൂട്യൂബ് തന്നേക്കുന്ന ആ സോങ്സ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ല നമ്മൾ സ്വന്തമായിട്ട് മ്യൂസിക് ഉണ്ടാക്കിയതായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടും. ലോങ് വീഡിയോ ഇടാനായിട്ട് കണ്ടൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഷോർട്സിൻ്റെ അകത്ത് എങ്ങനെയും ഒരു വീഡിയോ ഇടുക. 1-2 ദിവസമേലും, ഇല്ല ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ 1-2 ദിവസമേലും വീഡിയോസ് ഇടണം. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇങ്ങനെ നമ്മൾ ഒരാഴ്ച കൂടിയൊക്കെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേന് നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോയ്ക്ക് എനിക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ പോയി കാണും. കാരണം ഞാനിപ്പോൾ 1-1.5 ആഴ്ച കൂടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ആ ഒരു എന്താ വാച്ച് ടൈം നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടാണല്ലോ. അപ്പോൾ അത്രയും വാച്ച് ടൈം നഷ്ടപ്പെട്ടപ്പോഴത്തേനും നമുക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമമായി. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ടുള്ളൊരു മൂഡില്ല. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ നിർത്തിയോ എന്നൊക്കെ. കാരണം ഇതാണ്, നമുക്ക് അത്രയും നാൾ കൊണ്ട് കഷ്ടപ്പെട്ട് കിട്ടിയ അത്രയും വാച്ച് ടൈം നഷ്ടപ്പെടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഞാനിപ്പോൾ ഓക്കെ ആയി വരുവാണ്. നമുക്ക് ഇനിയും വീഡിയോ ചെയ്യണം, നിർത്തണ്ട. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഇനി മുന്നോട്ട് തന്നെ പോകണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്ത് കമൻറ്റൊക്കെ ഇടണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ.